ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. വീണ്ടും ഒരു നല്ലൊരു ദിവസം കർത്താവ് നമുക്കെല്ലാവർക്കും ദാനമായി തന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ ഒരു എളിയ സാക്ഷിയായി നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ആത്മീകമായ ഉണർവ്, ആത്മീകമായ ചൈതന്യം അതെങ്ങനെ ലഭിക്കുമെന്നുള്ളത് നാം ദൈവവചനത്തിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിനെ ആസ്പദമാക്കിയായിരുന്നു നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളായിരുന്നു നാം ചിന്തിച്ചത്. യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവീകമായ ഇടപെടൽ ആ യാക്കോബിനെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റി. ദൈവം അനേകം സന്ദർഭങ്ങളിൽ യാക്കോബിനോട് ഇടപെട്ടു. യാക്കോബ് തൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ്. തൻ്റെ സഹോദരനെ ഭയപ്പെട്ട് വീട് വിട്ടിറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു. ശേഷമുള്ള സന്ദർഭങ്ങളിൽ അനേകം രംഗങ്ങളിൽ ഈ ദൈവികമായ ഇടപെടൽ, ദൈവം അവനോട് ഇടപെട്ടു. എന്നാൽ അവിടെ ഒന്നും യാക്കോബിനൊരു മാനസാന്തരം കിട്ടിയില്ല. എന്നാൽ ഈ 35-ാം അധ്യായം നാം വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം യാതൊരു മടുപ്പും കൂടാതെ അവൻ്റെ പിന്നാലെ നിൽക്കുകയാണ്. അവനെ സ്നേഹിച്ചുകൊണ്ട് വീണ്ടും അവന് വചനം കൊടുക്കുകയാണ്. ആ ദൈവവചനം ആ യാക്കോബിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. യാക്കോബിനോട് ദൈവം ഇടപെട്ടു. യാക്കോബ് തീരുമാനിച്ചു, ഞാൻ ബേഥേലിലേക്ക് മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചു. മാത്രമല്ല, അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുവാൻ യാക്കോബ് തീരുമാനിച്ചു. മാത്രമല്ല, അന്യ ദൈവങ്ങളെ നീക്കിക്കളയുവാൻ യാക്കോബ് തീരുമാനിച്ചു. അതെല്ലാം യാക്കോബ് തീരുമാനിച്ചു എന്ന് മാത്രമല്ല, യാക്കോബ് അതുപോലെ തന്നെ അനുസരിച്ചു. വീണ്ടും യാക്കോബ് ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവാൻ തീരുമാനിച്ചു. ശുദ്ധീകരണം വേണമെന്ന് യാക്കോബിന് മനസ്സിലായി. ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല, എനിക്ക് ശുദ്ധീകരണം വേണമെന്ന് യാക്കോബ് തീരുമാനിച്ചു. ദൈവമക്കളെ, അതിൻ്റെ പരിണിത ഫലം എന്താണ്? അതുമൂലം യാക്കോബിന് പുതിയ പേര് ലഭിച്ചു, പുതിയ വാഗ്ദത്തം ലഭിച്ചു, പുതിയ സമർപ്പണം എടുത്തു, പുതിയ ഒരു സംരക്ഷണം ലഭിച്ചു. യാക്കോബിൻ്റെ ജീവിതത്തിലുള്ള ശുദ്ധീകരണം, ദൈവമക്കളെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണം പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണുകയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നമ്മുടെ ഓരോരുത്തരുടെയും ശുദ്ധീകരണമാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. അകത്തും പുറത്തുമുള്ള ശുദ്ധീകരണം, പൂർണ്ണമായുള്ള കഴുകൽ സ്വർഗത്തിലെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ ശുദ്ധീകരിക്കണമെങ്കിൽ നാം പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്തേ പറ്റൂ. നമ്മുടേതായ ആത്മീകം താഴെ വയ്ക്കുക, നമ്മുടേതായ ശരികൾ താഴെ വയ്ക്കുക, എല്ലാം താഴെ വെച്ചിട്ട് നമ്മുടേതായ ആഗ്രഹങ്ങളും ഇച്ഛകളും താല്പര്യങ്ങളും എല്ലാം താഴെ വെച്ചിട്ട് ആ ആണിപ്പഴുതുള്ള കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ചുകൊണ്ട്
കർത്താവേ, എന്നെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ലല്ലോ കർത്താവേ. ഞാൻ ഇന്നത്തെ ഈ ആത്മീയ നിലവാരത്തിൽ ജീവിച്ചാൽ ഒരിക്കലും ദൈവസന്നിധിയിൽ ചെന്ന് എത്തുകയില്ലല്ലോ. എൻ്റെ കർത്താവേ, ഈ അപൂർണമായ ശുദ്ധീകരണം എനിക്ക് മതിയായി കർത്താവേ. എനിക്ക് പൂർണ്ണമായ ഒരു ശുദ്ധീകരണം വേണം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ മറ്റൊരു വാക്യം നമുക്ക് ചിന്തിക്കാം. 2 കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. 2 കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പോസ്തലനായ പൗലോസിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന്. 2 കൊരിന്ത്യ ലേഖനത്തിൽ ആ സഭയോട് പറയുകയാണ്. പ്രിയമുള്ളവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ ഈ വചനം പറയുന്നത്. നമുക്കറിയാം, ഈ കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ വളരെ മനോവേദനയോടുകൂടിയാണ് ഈ കൊരിന്ത്യ ലേഖനം എഴുതുന്നത്. 1 കൊരിന്ത്യ ലേഖനം എഴുതിയിട്ട് ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് ഈ 2-ാമത്തെ കൊരിന്ത്യ ലേഖനം എഴുതുന്നത്. അന്ന് ഈ കൊരിന്ത്യ സഭയ്ക്ക് വളരെയേറെ ക്ഷീണം പറ്റിയിരിക്കുന്നു. സഭയാണ്, വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, ഒരിക്കൽ മാനസാന്തരപ്പെട്ടവരാണ്. പക്ഷേ ആ സഭയുടെ അവസ്ഥ ഏറെ ദയനീയമാണ്. അവിടെ ദുരുപദേഷ്ടാക്കന്മാർ കടന്നു വന്നിരിക്കുന്നു. അവരുടേതായ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പോസ്തലൻ വളരെ ശക്തമായിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. ഈ വചനം കേട്ടിട്ടും, ഇതുപോലെ ദൈവത്തിൻ്റെ വചനം ആ സഭയോട് പറഞ്ഞിട്ടും ആ സഭാമക്കൾക്ക് ഒരു മാനസാന്തരവും കിട്ടുന്നില്ല. അവർക്ക് അവരുടെ പാപബോധം ലഭിക്കുന്നില്ല. അനേകം കഷ്ടതകളിൽ കൂടി ആ അപ്പോസ്തലൻ കടന്നു പോകുന്നതായിട്ട് ഈ 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ് വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന്. വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന്. അവിടുത്തെ 13-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം എങ്ങനെയാണ്? ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നുവെന്ന് നിങ്ങൾ തുമ്പന്വേഷിക്കുന്നുവെന്ന്. അതുപോലെ ആ അപ്പോസ്തലത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹം, അന്നത്തെ ആ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അപ്പോസ്തലൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടും പറയുകയാണ്, നിങ്ങൾ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം. വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, ദൈവീക വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. വാഗ്ദത്തങ്ങൾ അവിടെ എണ്ണി വാഗ്ദത്തങ്ങളെ കുറിച്ച് പറയുന്നില്ല. ആ അധ്യായം ആരംഭിക്കുമ്പോൾ വാഗ്ദത്തങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ ഈ പുസ്തകം മുഴുവൻ വാഗ്ദത്തമാണ് ദൈവമക്കളെ. ഈ വേദപുസ്തകം എന്ന് പറയുന്നത് അനേകം വാഗ്ദത്തങ്ങളുള്ള പുസ്തകമാണ്. യഥാർത്ഥത്തിൽ വാഗ്ദത്തങ്ങളുടെ കലവറയാണ് ഈ ദൈവവചനം. നാം അനേകം വാഗ്ദത്തങ്ങളെ അവകാശമാക്കണം. ഈ ദൈവവചനം വായിച്ച് വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരായി തീരണം. ഏറ്റവും ആദ്യത്തെ വാഗ്ദത്തം എന്താണ്? വേദപുസ്തകത്തിലെ ആദ്യത്തെ വാഗ്ദത്തം എന്താണ്? പ്രഥമ വാഗ്ദത്തം ഏതാണ്? ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും. അവൻ നിന്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല തകർക്കും. ദൈവമക്കളെ, എത്രയോ ആശ്വാസകരമായ വചനമാണ്, എത്രയോ സന്തോഷകരമായ ഒരു വാഗ്ദത്തമാണ് സ്വർഗത്തിലെ ദൈവം തരുന്നത്. സ്ത്രീയുടെ സന്തതിയായി യേശുക്രിസ്തു കടന്നു വരും. യേശുക്രിസ്തു ശത്രുവിൻ്റെ തല തകർക്കും. എന്നേക്കുമായ ഒരു വീണ്ടെടുപ്പ് നമുക്ക് സാധിപ്പിച്ചു തരും. ആ കുരിശിന്മേൽ വലിയ ജയം നമുക്ക് നൽകും. ദൈവമക്കളെ, ആ വചനമാണ്, ആ വാഗ്ദത്തമാണ്, ആ ആദ്യത്തെ വാഗ്ദത്തം തന്നെ നമുക്ക് പ്രത്യാശ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. എന്നാൽ ഈ വാഗ്ദത്തങ്ങൾ, അനേകം വാഗ്ദത്തങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഓരോ അധ്യായത്തിലും വാഗ്ദത്തങ്ങളുണ്ട് ദൈവമക്കളെ. ഈ വാഗ്ദത്തങ്ങൾ ഉള്ളത് കൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? അപ്പോസ്തലൻ പറയുന്നു, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്
നാം വിശുദ്ധിയെ തികയ്ക്കണമെന്ന്. എങ്ങനെയാണ് വിശുദ്ധിയെ തികയ്ക്കേണ്ടത്? അതിൻ്റെ ഇടയ്ക്കുള്ള ആ വാക്യം കൂടി നാം വായിക്കുമ്പോഴാണ് എങ്ങനെയാണ് നാം ഓരോരുത്തരും വിശുദ്ധിയെ തികയ്ക്കേണ്ടത്. ഇങ്ങനെയാണ്: നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കണമെന്ന്. നമ്മെ തന്നെ വെടിപ്പാക്കണം. ഒരു ചുമതല നമ്മെ ഏൽപ്പിക്കുകയാണ്. നാം ഓരോരുത്തരും നമ്മെ തന്നെ വെടിപ്പാക്കണമെന്ന്. ദൈവമക്കളെ, വചനം അങ്ങനെ പറയുന്നു, നമ്മെ തന്നെ വെടിപ്പാക്കണം. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി. ക്ലൻസിങ് അവർ സെൽസ്. ദൈവമക്കളെ, എന്തിൽ നിന്ന്? ക്ലൻസിങ് അവർ സെൽസ് ഫ്രം ഓൾ ഫിൽത്തിനെസ് ഓഫ് ദ ഫ്ലഷ് ആൻഡ് സ്പിരിറ്റ്. ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങള് നാം നീക്കണം. നാം അതിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കണം, കഴുകൽ പ്രാപിക്കണം. അതിന് നാം തയ്യാറാവണം ദൈവമക്കളെ. നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കണമെന്ന്, നമ്മെ തന്നെ വെടിപ്പാക്കണമെന്ന്. ദൈവമക്കളെ, നാം ഓരോരുത്തരും നമ്മെ തന്നെ വെടിപ്പാക്കണം. നമ്മെ തന്നെ വെടിപ്പാക്കണം എന്ന് പറഞ്ഞാൽ മനഃപൂർവമായ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. നമ്മെ തന്നെ വെടിപ്പാക്കണമെങ്കിൽ നാം മനസ്സ് വയ്ക്കണം, നാം പരിശ്രമിക്കണം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു ഡെലിബറേറ്റ് എഫേർട്ട് എന്ന് പറയും. നാം പരിശ്രമിക്കണം, നാം അതിനുവേണ്ടി പരിശ്രമിക്കണം. കഴുകുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നമ്മെ വെടിപ്പാക്കാൻ നമുക്ക് സ്വന്തമായിട്ട് നമ്മെ തന്നെ വെടിപ്പാക്കാൻ സാധിക്കില്ല. ആർക്കും വെടിപ്പാക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഈ പാപമയമായ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, ഈ അഴുക്ക് നിറഞ്ഞ ലോകത്ത് നാം ജീവിക്കുമ്പോൾ, നമ്മുടെ ഈ താഴ്ചയുള്ള ഈ ശരീരത്തിൽ അനേകം പാപത്തോടുള്ള വാസനകൾ നമുക്കുണ്ട്. നമ്മുടേതായ ചായ്വ് പാപത്തിലേക്കാണ് ദൈവമക്കളെ. അതുകൊണ്ട് നാം എന്താണ് നാം ചെയ്യേണ്ടത്? ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരിക്കുക. ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരിക്കുക. വെടിപ്പ് വേണമെങ്കിൽ, വിശുദ്ധി വേണമെങ്കിൽ 2-3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിച്ചേ പറ്റൂ. നമ്മുടെ ജീവിതത്തിൽ അവിഭാജ്യമായ ഘടകങ്ങളാണ്. ഏതെല്ലാമാണ്? നാം ഒറ്റയ്ക്ക് ദൈവസന്നിധിയിലിരിക്കണം. എത്ര തിരക്കുണ്ടെങ്കിലും, ജീവിതത്തിൽ എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും, ഏതെല്ലാം കാര്യങ്ങൾ നമ്മെ അലട്ടുന്നുണ്ടെങ്കിലും, ഏതെല്ലാം വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും, നാം ഒറ്റയ്ക്ക് ദൈവസന്നിധിയിലിരിക്കണം. ഒറ്റയ്ക്ക് ദൈവസന്നിധിയിലിരിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നാം നമ്മെ തന്നെ പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. ജീവിതത്തെ പരിശോധിച്ച് നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ കണ്ടുപിടിക്കണം. കർത്താവേ, ഇന്നും എൻ്റെ ജീവിതത്തിൽ മുറുകെ പറ്റുന്ന പാപങ്ങൾ ഏതെല്ലാമാണ്? എൻ്റെ പുറമേയുള്ള പാപങ്ങൾ മാത്രമല്ല, പുറമേയുള്ള പാപങ്ങളൊക്കെ വരാതെ, പ്രകടമായ പാപത്തിലേക്കൊന്നും പോകാതെ ഒരുവിധം ഞാൻ നിയന്ത്രിക്കുന്നുണ്ട്, എന്നെ തന്നെ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയപാപങ്ങൾ എന്തെല്ലാമാണ്? ഹൃദയത്തിൽ കടന്നു വരുന്ന പാപങ്ങൾ, ആസക്തികള്, സ്വഭാവങ്ങള്, രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആസക്തികള്, പാപ സ്വഭാവങ്ങള്, ചിന്തകള്, താല്പര്യങ്ങള്, ഇതെല്ലാം നാം ദൈവസന്നിധിയിൽ ഇരുന്ന് കണ്ണുപിടിച്ച്, ദൈവമക്കളെ, തകർന്ന ഹൃദയത്തോടെ, അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധി ഏറ്റുപറഞ്ഞ് കരഞ്ഞു മോചനം പ്രാപിക്കുക. ഇതാണ് ദൈവമക്കളെ ശുദ്ധീകരണം പ്രാപിക്കാനുള്ള വിഷയം. ശരീരത്തിൻ്റെയും ആത്മാവിലെയും കന്മഷം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിത്തിങ് ദാറ്റ് പൊല്യൂട്ട്സ് യു, എനിത്തിങ് ദാറ്റ് മേക്സ് യു അൺഹോളി. നമ്മെ അശുദ്ധമാക്കുന്നത്, നമ്മെ മലിനപ്പെടുത്തുന്നത്. ദൈവമക്കളെ, ഇതെല്ലാം നാം ദൈവസന്നിധിയിൽ കണ്ടുപിടിക്കണം. അതാണ് കന്മഷം എന്ന് പറയുന്നത്. അശുദ്ധി, അഴുക്ക്, മലിനത, ഇതെല്ലാം ദൈവസന്നിധിയിലിരുന്ന് കണ്ടുപിടിക്കണം ദൈവമക്കളെ. ശരീരത്തിൻ്റെയും ആത്മാവിലെയും കന്മഷങ്ങള് ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇത് പറ്റിയ ഒരു ഉദാഹരണം നമുക്ക് പഴയ നിയമത്തിലും ഉണ്ട്, പുതിയ നിയമത്തിലും ഉണ്ട്. പഴയ നിയമത്തില് ഈ 2 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ വലിയ തെറ്റ് സംഭവിച്ചു. നമുക്കറിയാം, ബേർശേബയുമായി അവിഹിത ബന്ധം വന്നു. അത് ശരീരം കൊണ്ട് വന്ന പാപമാണ്, ശരീരത്തിൽ വന്ന പാപമാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് ശരീരം കൊണ്ട് പാപം ചെയ്തു.
മാത്രമല്ല ഊരിയാവിനെ വെട്ടിക്കൊല്ലുന്നു, കൊലപാതകം ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇതെല്ലാം ശരീരത്തിൽ വന്ന പാപമാണ്. എന്നാൽ അവന്റെ ആത്മാവിലും പാപം സംഭവിച്ചു, ആത്മാവിലും കറപറ്റി. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം നാം വായിക്കുമ്പോൾ ദാവീദ് ജനത്തെ എണ്ണുവാൻ തീരുമാനിച്ചു. ജനത്തെ എണ്ണുവാൻ തീരുമാനിച്ചു. എന്തിനാണെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്താണ്? ജനത്തെ എണ്ണി തൻ്റെ കഴിവെന്താണ്, എത്രമാത്രം ഉണ്ട് എന്ന് അറിയണം. അഹങ്കാരമാണ് ജീവിതത്തിൽ വന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ അഹങ്കാരം വന്നു. പുറമേ ഒന്നും സംഭവിച്ചില്ല, പുറമേ ആരും അറിഞ്ഞില്ല. ഇതാ ദാവീദിന്റെ ജീവിതത്തിൽ അഹങ്കാരം കടന്നു വരുന്നു, നിഗളം കടന്നു വരുന്നു. തൻ്റെ മിലിറ്ററി പവറിനെ കുറിച്ച് ഇതാ അവനൊന്ന് പരിശോധിക്കുകയാണ്. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം മുഴുവൻ ആ ഭാഗമാണ്. ഇതാ അങ്ങനെ ഒരു പാപം ജീവിതത്തിൽ വന്നപ്പോൾ അതുമൂലം എത്രയോ പേരാണ് മരിച്ചുപോയത്. 70,000 പേര് ഇതാ ഒരൊറ്റ വ്യക്തിയുടെ പാപം മൂലം മരിച്ചു പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ആത്മാവിൽ പാപം പറ്റുന്നു. ആത്മാവിൽ അഴുക്ക് വന്നപ്പോൾ, ആത്മാവിൽ നിഗളം വന്നപ്പോൾ, ആത്മാവിൽ ഉന്നതഭാവം വന്നപ്പോൾ, ഞാൻ ഇവിടുത്തെ രാജാവാണ്, ഞാൻ ഭരിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് അധികാരമുണ്ട്, എനിക്ക് തോന്നുന്നത് പോലെയൊക്കെ ചെയ്യും. ഇതാണ് ദാവീദിന്റെ ചിന്ത. ദാവീദിന്റെ ജീവിതത്തിൽ പാപം പറ്റി. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെ പറയുന്ന ഒരു ഉപമയുണ്ട്. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയ മകൻ സകലവും സ്വരൂപിച്ച് അപ്പനോടെല്ലാം വാങ്ങിച്ച് വസ്തുവകയിൽ വരേണ്ടുന്ന പങ്കെല്ലാം വാങ്ങിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ പാപം ചെയ്ത് അവന്റെ ശരീരം മുഴുവൻ പാപത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അവൻ മടങ്ങി വരുന്നു, അപ്പന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അവൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നു. അവന്റെ ജീവിതത്തില് അവന്റെ ശരീരം കൊണ്ട് അവൻ പാപം ചെയ്തു. ശരീരത്തിലെ പ്രകടമായ പാപം. അവന്റെ സഹോദരൻ പറയുന്നുണ്ട്, വേശ്യമാരോടുകൂടി മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകനെന്ന് അപ്പനോട് വാദിക്കുന്നത് ആ ഉപമയിലെ ഒരു ഭാഗത്ത് വായിക്കുന്നുണ്ട്. അതുപോലെ വേശ്യമാരോടുകൂടി മുതൽ തിന്നുകളഞ്ഞു. അവൻ അപ്പന്റെ സമ്പത്ത് മുഴുവൻ നാനാവിധമാക്കി കളഞ്ഞു. അവൻ ശരീരത്തിൽ പാപം പറ്റി. എന്നാൽ മൂത്ത മകന് ഈ പാപങ്ങളൊന്നും സംഭവിക്കുന്നതായിട്ട് കാണുന്നില്ല. അവൻ അപ്പനോടുകൂടിയാണ്, അപ്പൻ്റെ വയലിലാണ് വേല ചെയ്യുന്നത്, അപ്പനെ സേവിക്കുന്നുണ്ട്. ദൈവമക്കളെ, എല്ലാം ഉണ്ട്. പക്ഷേ അവൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ പാപം സംഭവിച്ചു. അവൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അപ്പനോട് ഉള്ളിലെ ഇഷ്ടക്കുറവ്. അപ്പൻ എനിക്കൊന്നും തന്നിട്ടില്ല, ഞാൻ എൻ്റെ അപ്പൻ്റെ കൽപ്പനയൊന്നും ലംഘിച്ചിട്ടില്ല, അവകാശവാദങ്ങളുണ്ട്. ദൈവമക്കളെ, ഹൃദയം കൊണ്ടുള്ള പാപം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശരീരം കൊണ്ടും പാപം ചെയ്യുന്നു, ഹൃദയം കൊണ്ടും പാപം ചെയ്യുന്നു. ദൈവമക്കൾ, നമ്മുടെ ജീവിതത്തെ നാം പരിശോധിക്കണം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. ദൈവമക്കളെ, ഒരു ശുദ്ധീകരണം പ്രാപിക്കാനുള്ള സമയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ സമയമുണ്ടല്ലോ, നമുക്ക് ഇനി മറ്റൊന്നിലേക്കും ചിന്തിക്കാനില്ല. ഈ ആയുസ് ദീർഘിപ്പിച്ചു തന്നത് എന്തിനു വേണ്ടി? ദൈവമക്കളെ, ആയുസ്സും ആരോഗ്യവും തന്നത് എന്തിനു വേണ്ടി? നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപക്കറകളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കുക, ശുദ്ധീകരണം പ്രാപിക്കുക. മറ്റുള്ളവരിലേക്ക് ഒന്നും നോക്കണ്ട, കൂട്ടായ്മയിലേക്ക് നോക്കണ്ട, വ്യക്തി ജീവിതങ്ങളിലേക്ക് നോക്കണ്ട. നമ്മുടെ ജീവിതം പരിശോധിക്കുക. കർത്താവേ, നിന്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എൻ്റെ കർത്താവേ, എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അനേകം കുറവുകളുണ്ട്, അനേകം പാപങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് കർത്താവേ, അനേകം കൽമഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് കർത്താവേ. എല്ലാം ഞാൻ നിന്റെ സന്നിധിയിൽ കർത്താവേ കുറ്റബോധത്തോടെ, എൻ്റെ കർത്താവേ പശ്ചാത്താപത്തോടെ നിന്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നു കർത്താവേ. എന്നോടൊന്ന് മനസ്സലിയണമേ. ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക ദൈവഭയത്തോടെ. അങ്ങനെയാണ് നാം വായിക്കുന്നത്. നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. ഒരു ദൈവഭയം നമുക്കുണ്ടോ?
ഒരു ദൈവഭയമുണ്ട് നമുക്കുണ്ടോ? ഒരു ദൈവം എന്നെ കാണുന്നു, അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവൻ എന്നെ കാണുന്നു, എൻ്റെ ജീവിതം കണ്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ കൂടി പോകുന്ന ഓരോ ചിന്തകളും കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിൽ ഞാൻ ഒരു നാൾ നിൽക്കേണ്ടതാണ്. മുഖകപക്ഷം കൂടാതെ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിച്ചുകൊള്ളുവി. ദൈവമക്കളെ, ഒരു പ്രവാസകാലത്താണ് നാം കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം നാടല്ല ഇത്. നാം എല്ലാം പരദേശികളാണ്. ഇന്നല്ലെങ്കിൽ നാളെ, അടുത്തല്ലെങ്കിൽ അകലെ, ഒരു നാൾ ഈ ഭൂമിയിൽ നിന്ന് നാം കടന്നു പോകേണ്ടവരാണ്. സ്വർഗീയ കനാലിലേക്ക് നാം കടന്നു പോകേണ്ടതാണ് ദൈവമക്കളെ. അതിനുവേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങണം. നാം ശുദ്ധീകരണം പ്രാപിക്കണം. അശുദ്ധിക്ക് എന്നെ കിട്ടുകയില്ല, അഴുക്കിന് എന്നെ കിട്ടുകയില്ല. എൻ്റെ കർത്താവ്, എന്തെല്ലാം പ്രലോഭനങ്ങൾ എൻ്റെ മുമ്പിൽ വന്നാലും, ഏതെല്ലാം അനുകൂലമായ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, എൻ്റെ യേശുവിനെ ഞാൻ വേദനിപ്പിക്കില്ല. ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ തീരുമാനിച്ചു. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: രാജാവ് കഴിക്കുന്ന ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാവീദ് വ്യക്തമായ സമർപ്പണം എടുത്തു. സാഹചര്യങ്ങളിലേക്കൊന്നും നോക്കിയില്ല. ഞാൻ വന്ന സ്ഥലം ഇതിങ്ങനെയല്ലേ, ഈ രാജകൊട്ടാരത്തിൽ ഞാൻ എന്നാ ചെയ്യുക? എന്നെ കൊണ്ടുവന്നതല്ലേ, ഞാൻ പ്രവാസിയായിട്ട് ഇവിടെ വന്നതല്ലേ, ഈ ബാബേൽ ദേശത്ത് ഞാൻ കടന്നു വന്നതല്ലേ, എനിക്ക് വേറെ ഒരു വഴിയില്ല. രാജാവിൻ്റെ കൽപ്പനയാണ് ഞാൻ അനുസരിച്ചേ പറ്റൂ. രാജാവ് പറഞ്ഞിട്ടാണ്. രാജാവ് കഴിക്കുന്ന ഭോജനം, രാജാവ് കഴിക്കുന്ന ആഹാരം, അത് ഞാൻ കഴിക്കണം. ആ വീഞ്ഞ് ഞാൻ കഴിക്കണം. എന്നെ അതിന് കിട്ടുകയില്ല. ദൈവമക്കളെ, ദാനിയേലും ആ 3 ബാലന്മാരും വ്യക്തമായ സമർപ്പണം എടുത്തു. എന്ത് സംഭവിച്ചാലും, ഏതെല്ലാം സാഹചര്യങ്ങൾ പ്രതികൂലമായാലും, എൻ്റെ സമർപ്പണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. ദൈവമക്കളെ, ഒരു ദൈവ പൈതലിൻ്റെ സമർപ്പണത്തിൻ്റെ ആഴം നാം അറിയുന്നത്, അതിൻ്റെ മാറ്റുരയ്ക്കുന്നത് അവിടെയാണ്. ഹല്ലേലൂയ. അവിടെ ദാനിയേലും ആ 3 ബാലന്മാരും തീരുമാനിച്ച് നിന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആ സമർപ്പണം മാനിച്ചു. അവിടെ യാതൊരു അപകടവും സംഭവിക്കാതെ ആ കൊട്ടാരത്തിൽ ദൈവമക്കളായി അവര് ആ വിശുദ്ധിയോടെ ഉറച്ചു നിന്നു. ദൈവമക്കളെ, ആ സമർപ്പണം നമുക്ക് ഇന്ന് എടുക്കാം. ഹല്ലേലൂയ. നാം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. നമ്മുടേതായ പാപങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ആ നീതീകരണത്തിൻ്റെ വസ്ത്രം എൻ്റെ മേലൊന്ന് ഇടണമേ കർത്താവേ. എനിക്ക് എന്നെ വെടിപ്പാക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല കർത്താവേ. ഞാൻ അശുദ്ധനാണ് കർത്താവേ, ഞാൻ അഴുക്കുള്ളവനാണ് കർത്താവേ, ഞാൻ നീതി കെട്ടവനാണ് കർത്താവേ. എന്നെ നീതിമാനാക്കുന്ന ആ നീതിയുടെ വസ്ത്രം എൻ്റെ മേലൊന്ന് ഇടണമേ. ഹല്ലേലൂയ. അതിനു വേണ്ടിയാണല്ലോ നീ കുരിശിൽ മരിച്ചത് കർത്താവേ. എൻ്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ടാണല്ലോ നീ കുരിശിൽ മരിച്ചത് കർത്താവേ. എൻ്റെ ആത്മാവിൽ പറ്റിയ കറകളുമായി, എൻ്റെ ശരീരത്തിൽ പറ്റിയ കറകളുമായി, എൻ്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട്, എൻ്റെ അശുദ്ധി വഹിച്ചുകൊണ്ട് നീ കുരിശിന്മേൽ മരിച്ചല്ലോ കർത്താവേ. അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് ദൈവമക്കളെ, ഒരു ശ്രദ്ധേയമായ ഒരു വാക്യമാണ്, വളരെ ചിന്തനീയമായ വാക്യമാണ്. മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്ന പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു, നീതി എന്ന അങ്കി എൻ്റെ മേൽ ഇട്ടിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ സൽപ്രവൃത്തി കൊണ്ടല്ല, നമ്മളെല്ലാം പാപികളാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം സൗജന്യമായി നമ്മെ നീതീകരിച്ചു. അവന്റെ കൃപയാ ക്രിസ്തുയേശുവിങ്കല വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കുന്നത്. ഇന്ന് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം ദൈവമക്കളെ,
ഈ വചനം കേൾക്കുമ്പോ അപ്പാ അവിടുത്തെ നീതിയുടെ വസ്ത്രം എൻ്റെ മേലൊന്ന് ഇടണമേ. ഹല്ലേലൂയ. എന്നെ ഒന്ന് നീതീകരിക്കണമേ കർത്താവേ. ഞാൻ നീതി കെട്ടവനാണ്, ഞാൻ സ്വയമേ നീതി കെട്ടവനാണ്. ഞാൻ എത്ര നന്മ ചെയ്താലും എന്നിൽ നിന്ന് വരുന്നത് പാപമാണ് കർത്താവേ. എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്, എന്നിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് സകലതും പാപമാണ് കർത്താവേ. ഈ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങളുമായി പാപങ്ങളുമായി നിന്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നു. ഞാൻ അത് ഏറ്റുപറയുന്നു കർത്താവേ. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവമക്കളെ, ഒരു വിശ്വസ്തനായ ദൈവമുണ്ട്, നീതിമാനായ ഒരു ദൈവമുണ്ട്, നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ആ ശുദ്ധീകരണത്തിലേക്ക് നമുക്ക് കടന്നു വരാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നമ്മുടെ ശിരസ്സുകളെ ദൈവസന്നിധി നമിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ രക്തം ഒഴുകുന്ന രംഗത്താണല്ലോ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തം ഒഴുകുന്ന രംഗത്താണല്ലോ കർത്താവേ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, തിരു രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ പറക്കുമ്പോ എന്റെ കർത്താവേ, ഞങ്ങൾ വിശുദ്ധിയോടെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ.